ബൈക്ക് ഇപ്പം അവൻ ഓടിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. എത്ര കൊല്ലമായി അവൻ ബൈക്ക് ഓടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം അതിലവന് ലഡാക്ക് വരെ ട്രിപ്പ് പോകണമെങ്കിൽ പൊക്കോട്ടെ. നീ എന്തിനാ ഈ മുടക്ക് പറയാൻ നിൽക്കുന്നത്? അവൻ ഓടിക്കാൻ അറിയുന്നതുകൊണ്ടല്ല അവൻ പോവാന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ മക്കൾ നമ്മളെപ്പോലെയാണോ? നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിലാണോ അവർ വളർന്നത്? അല്ലല്ലോ. പിന്നെ എന്തിനാ നീ ഇങ്ങനെ മുടക്ക് പറയുന്നത്? അവളോട് പോവാൻ പറയും. നീ ഇങ്ങനെ വെറുതെ മുടക്ക് പറയാൻ നിൽക്കല്ലേ. ആ ആ മോനെ ഹാപ്പി ജേണി. ആ നല്ലോണം എൻജോയ് ചെയ്യും കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചായോട്ടോ അമ്മായിക്ക്. ആ ആ ശരി ശരി. ആ ആ എടി അവന് കാശ് വല്ലതും വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. നീ വെറുതെ ഇങ്ങനെ ടെൻഷൻ അടിക്കാനൊന്നും നിൽക്കണ്ട. അവൻ വന്നോളും. ആ പോണില്ല. പിന്നെ ബൈക്കിൽ കേരളത്തിൽ നിന്ന് ലഡാക്ക് അങ്ങേ അറ്റം. ലഡാക്കൊക്കെ എവിടെയൊക്കെ എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ. എങ്ങോട്ടും പോണില്ല. ആ പോകുന്നുണ്ടെങ്കിൽ പൊക്കോ. പക്ഷേ ട്രെയിനിലോ ഫ്ലൈറ്റിലോ പോകണം. ബൈക്കിൽ ഞാൻ വിടില്ല. ആ ആ നീ ഇവിടെ എത്ര ഓടിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ വിടില്ല. ആ എന്തിനിപ്പോൾ ബൈക്കിൽ പോകേണ്ട ആവശ്യം എന്താ നിനക്ക്? ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ പോയാൽ സുഖമായി എത്താലോ. ഈ ബൈക്ക് ഓടിച്ച് പോകേണ്ട ആവശ്യം എന്താ ഇത്രയും ദൂരം? പോവില്ല, വിടില്ല. അച്ഛനോടും ചോദിക്കാൻ നിൽക്കണ്ട. അച്ഛനും വിടില്ല. അവരൊക്കെ പോണവർ പോട്ടെ, ഞാൻ വിടില്ല. നീ പോകണ്ട, ഇവിടുന്ന് നീ പോവില്ല. നീ പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് കയറി വരണ്ട കേട്ടാ. ആ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെ എത്തുന്നവരെ ഞാനല്ല ടെൻഷൻ അനുഭവിക്കേണ്ടത്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, വിളിക്കാൻ പാടില്ല, വണ്ടി ഓടിക്കില്ല, വിളിക്കരുതെന്ന് പറയുകയും ചെയ്യും. ഞാൻ വിടില്ല, പോണ്ട. ആ